ശുഭാപ്തി വിശ്വാസത്തോടെയും ശുഭചിന്തകളോടെയും നല്ലൊരു ദിവസം ഏവർക്കും ആശംസിക്കുന്നു. ഇന്നലത്തെ ശിവരാത്രി മെഡിറ്റേഷൻ കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടായ ഒരനുഭവം പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ ഓഡിയോ ക്ലിപ്പ് പോസ്റ്റ് ചെയ്യുന്നത്. എൻ്റെ പേര് AK കുമാർ. ഞാൻ കഴിഞ്ഞ ഡിസംബർ 15 മുതലാണ് സാറിൻ്റെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് തുടങ്ങിയത്. ഇപ്പോൾ ഡിസംബർ 15, ജനുവരി 15, ഫെബ്രുവരി 15 എന്ന് പറയുമ്പോൾ 2 മാസവും ഇന്ന് 12 ദിവസവും. അപ്പോൾ 2 മാസവും 12 ദിവസവും കൊണ്ട് എനിക്ക് നിരവധി നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. 1-2 ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിരുന്നു. ഞാൻ സാറ് പറയുന്ന കാര്യങ്ങൾ വള്ളിപുള്ളി തെറ്റാതെ നോട്ട് ചെയ്ത് വെച്ച് അഫർമേഷൻ എഴുതി ടെക്നിക്കൽ പ്രാക്ടീസ് ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പൊ തന്നെ കഴിഞ്ഞ 2 മാസത്തിനുള്ള ഏതാണ്ട് 35, 40, 200 പേജ് പുസ്തകങ്ങൾ ഞാൻ എഴുതി തീർത്തു. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ശിവരാത്രി മെഡിറ്റേഷൻ 2 ദിവസമായിട്ട് പനിയടിച്ച് സൗണ്ടെല്ലാം പോയി ഇങ്ങനെ ഇരുന്നത് കൊണ്ട് വളരെ ബുദ്ധിമുട്ടിയാണ് മെഡിറ്റേഷനിൽ പങ്കെടുത്തത്. 2 മണിക്കൂർ ഇരിക്കാൻ തന്നെ വളരെ പ്രയാസമായിരുന്നു. എന്നാലും സാറിന്റെ ക്ലാസ്സിൽ ഈ പറഞ്ഞതുപോലെ ഒരിക്കൽ എടുത്തുകൊണ്ട് വ്രതശുദ്ധി വരുത്തിക്കൊണ്ട് ആ മെഡിറ്റേഷന് കയറുകയും 2 മണിക്കൂർ സാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുകയും ചെയ്തു. ക്ലാസിന്റെ അവസാനത്തിൽ സാറ് പറഞ്ഞതുപോലെ പുസ്തകത്തിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എഴുതി വെക്കാനും പറഞ്ഞു. പതിവ് പോലെ കാര്യങ്ങളെല്ലാം എഴുതി വെച്ചു. മെഡിറ്റേഷൻ കഴിഞ്ഞു. സന്തോഷമായിട്ട് കിടന്നുറങ്ങി. രാവിലത്തെ മെഡിറ്റേഷൻ എണീക്കാൻ പറ്റിയില്ല, കാരണം വളരെ ക്ഷീണിതനായിരുന്നു. അതുകൊണ്ട് 6 മണിക്കാണ് ഉണർന്നത്. ഉണർന്ന ഉടനെ ഒന്ന് നടക്കാനായിട്ട് ഇറങ്ങി. ഡെയിലി ഒരു അരമണിക്കൂർ 1 മണിക്കൂർ വാക്കിംഗ് ഉണ്ട്. അങ്ങനെ ഇറങ്ങി. മൊബൈൽ കയ്യിലുണ്ടായിരുന്നു. വഴിയിൽ വെച്ച് വെറുതെ ഒന്ന് മൊബൈലോട്ട് നോക്കിയപ്പോൾ അക്കൗണ്ടിൽ ഒരു 50,000 രൂപ വന്നിരിക്കുന്നു. സത്യം പറഞ്ഞാൽ ഒരു ഞെട്ടലാണ്. നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടായ ഒരു ഞെട്ടലായിരുന്നു. കാരണം ഇത് എങ്ങനെ കിട്ടി എന്ന് കേട്ടാൽ ഗവൺമെന്റ് തരാനുള്ള പൈസയാണ്. ഒരുപാട് നാളായിട്ട് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഇന്ന് കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്രതീക്ഷിതമായിട്ട് ഒരു എമൗണ്ട് കിട്ടി. അത് ഞാൻ ഈ ശിവരാത്രി മെഡിറ്റേഷൻ കഴിഞ്ഞ ഉടനെ ഉണ്ടായ അനുഭവമാണ്. അതുകൊണ്ടാണ് അത് പങ്കുവയ്ക്കുന്നത്. നന്ദി.